നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം ജില്ലയിലെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ തുടങ്ങി. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. സുനിശ്ചിതം വികസന രേഖ ബിനോയ് വിശ്വം പ്രകാശനം ചെയ്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിനിടയിലെ വൈദ്യുത ബോർഡ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു. വാർത്തകൾ വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം ജില്ലയിലെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ തുടങ്ങി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം നടക്കുന്ന തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, തൃശൂർ സെന്റ് തോമസ് കോളേജ് എന്നീ പരിശീലന കേന്ദ്രങ്ങളിലെ വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററുകളിലും പൊതു നിരീക്ഷക P. പ്രശാന്തി സന്ദർശനം നടത്തി പുരോഗതി വിലയിരുത്തി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR. കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ MC. ജ്യോതി, ഡെപ്യൂട്ടി കളക്ടർ അതുൽ S. നാഥ് തുടങ്ങിയവരും പൊതുനിരീക്ഷകയോടൊപ്പം സന്ദർശനത്തിനുണ്ടായിരുന്നു. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. പയ്യാക്കര തറയിൽ ജോയിയുടെ മകൻ 39 വയസ്സുള്ള ജസ്റ്റിനാണ് കുത്തേറ്റത്. ചൊവ്വാഴ്ച രാത്രി 10:30 പയ്യാക്കരയിൽ വെച്ചായിരുന്നു സംഭവം. വലതു കൈത്തണ്ടയ്ക്കും മുഖത്തും കുത്തേറ്റ ജസ്റ്റിനെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. അയൽവാസിയായ വരാക്കര കാപ്പാനി വീട്ടിൽ ലിജോ ആണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. മുൻപ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മദ്യലഹരിയിൽ എത്തിയ ലിജോ വാക്കുതർക്കത്തിനിടെ ജസ്റ്റിനെ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ ലിജോയ്ക്കായി വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളിയാണ് കുത്തേറ്റ ജസ്റ്റിൻ. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാരാണ് ദൈവങ്ങൾ എന്ന കാര്യം മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും പേരിൽ വോട്ട് പിടിക്കുന്നവർ മറന്നു പോകരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വീടുകളിൽ വിതരണം ചെയ്യുന്നതിന് LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സുനിശ്ചിതം എന്ന പേരിൽ തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ബഹുസ്വരതയും സൗന്ദര്യവും നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ നിന്ന് ജനാധിപത്യ ബോധമുള്ള ഒരാൾക്കും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ഹ്രസ്വമായ ചടങ്ങിൽ MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KK വത്സരാജ്, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, CR വത്സൻ, സയ്യിദ് ഷബീൽ ഹൈദ്രൂസി തങ്ങൾ, ഫ്രെഡി K താഴത്ത്, ഷീന പറയങ്ങാട്ടിൽ, അഡ്വക്കേറ്റ് KB സുമേഷ്, MK തങ്കപ്പൻ, പോൾ M ചാക്കോ, ജെയ്സൺ മാണി തുടങ്ങിയവർ പങ്കെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ പാലക്കാട് ദിശയിലേക്കുള്ള എല്ലാ ബൂത്തുകൾക്ക് മുൻപിലും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ചില സമയങ്ങളിൽ മണലി പാലം വരെ വാഹനനിര നീണ്ടു. അരമണിക്കൂറിലേറെ സമയം എടുത്താണ് വാഹനങ്ങൾ ടോൾ പ്ലാസ കടന്നത്. വരിയിൽ കുടുങ്ങിയ വാഹനയാത്രികർ പ്രകോപിതരായതും കാണാമായിരുന്നു. ഇത്രയേറെ വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ കുടുങ്ങിയിട്ടും ടോൾ ബൂത്ത് തുറന്ന് തിരക്ക് നിയന്ത്രിക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകാത്തതും യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. പല സമയത്തും വാഹനങ്ങളുടെ ഹോൺ മുഴക്കിയാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത്. തൃശൂർ ഭാഗത്തേക്കുള്ള ആംബുലൻസുകൾക്കും ടോൾ പ്ലാസ കടക്കാൻ ഏറെ പ്രയാസം നേരിട്ടു. തിരക്കേറിയിട്ടും വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസും ഇടപെട്ടില്ല. ദേശീയപാതയിൽ പലയിടങ്ങളിൽ റീടാറിംഗ് നടക്കുന്നതും വേനൽ അവധിയിൽ വാഹനങ്ങൾ കൂടിയതും തിരക്ക് കൂടാൻ കാരണമായി. പുതുക്കാട്, ആമ്പലൂർ സിഗ്നലുകളിലും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. അതേസമയം എറണാകുളം ഭാഗത്തേക്കുള്ള ദിശയിൽ തിരക്ക് കുറവായിരുന്നു. തൃശൂർ പൂരം പ്രമാണിച്ച് വരും ദിവസങ്ങളിൽ ടോൾ പ്ലാസയിൽ അനുഭവപ്പെടുന്ന തിരക്ക് നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സുധീർ വെള്ളിക്കുളങ്ങര സംവിധാനം രചന നിർവഹിക്കുന്ന ഷോർട്ട് ഫിലിം പുതുക്കാട് MLA KK രാമചന്ദ്രൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. PK ശിവരാമൻ, TA രാമകൃഷ്ണൻ, MR രഞ്ജിത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ഹിമലക്ഷ്മി, ജ്വാല, മോഹൻദാസ് കൊരട്ടി, ഷാജഹാൻ പെർഫെക്റ്റ്, ജയൻ മറ്റത്തൂർ, മാസ്റ്റർ ആൽവിൻ, അജി തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. വെള്ളിക്കുളങ്ങരയിലും പരിസരത്തുമാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. കലാകാരികളും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഈ
ഷോർട്ട് ഫിലിം. നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും തൃശൂരിൽ താമര വിരിയുകയും ചെയ്താൽ ഭാരതത്തിന്റെ തലസ്ഥാനത്ത് ശ്രീനാരായണ ഗുരുവിന്റെയും ശ്രീ മന്നത്ത് പത്മനാഭന്റെയും പേരിൽ പ്രധാന വീഥികൾ നാമകരണം ചെയ്യുമെന്ന് സുരേഷ് ഗോപി പ്രസ്താവിച്ചു. BDJSന്റെയും SNDPയുടെയും സംയുക്ത ജില്ലാ ഭാരവാഹി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, BJP മധ്യമേഖലാ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിനടിയിലെ വൈദ്യുത ബോർഡ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച് നിലം പതിക്കാറായ നിലയിലാണ് ബോർഡ് ഇരിക്കുന്നത്. മേൽപ്പാലത്തിനടിയിൽ വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്യുന്നതും റോഡിന്റെ അപ്പുറത്തേക്ക് നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്താണ് യാതൊരു സുരക്ഷയുമില്ലാതെ ജനങ്ങളുടെ ജീവന ഭീഷണിയായി KSEB അധികൃതർ വൈദ്യുത ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ദേശീയപാതയിലെ വഴിവിളക്കുകളിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ കൊടുത്തിരിക്കുന്ന ബോർഡാണിത്. സാധാരണ സ്ഥാപനങ്ങളിലെല്ലാം പ്രത്യേക സുരക്ഷയോടെയാണ് ബോർഡ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വൈദ്യുതി ബോർഡ് അധികൃതരാണ് ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വൈദ്യുതി കണക്ഷൻ നൽകിയിരിക്കുന്ന ബോർഡിന്റെ വാതിലുകളും മറ്റും ദ്രവിച്ച് വീഴാറായിരിക്കുകയാണ്. മഴയത്ത് കാറ്റടിച്ചാൽ നനയുന്ന അവസ്ഥയിലാണ്. മഴക്കാലത്തിന് മുൻപായി ബോർഡ് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ നനവുകൊണ്ടും ഷോക്കേൽക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ ബോർഡ് ഇരിക്കുന്നത്. നിലത്തിരിക്കുന്ന അതിന്റെ കാലുകൾ തുരുമ്പെടുത്ത് ദ്രവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുന്നതിന് മുൻപ് ബോർഡ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6795 രൂപ, പവന് 54,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാംഘട്ട പരിശീലനം ജില്ലയിലെ വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ തുടങ്ങി. വരാക്കര പയ്യാക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. സുനിശ്ചിതം വികസനരേഖ ബിനോയ് വിശ്വം പ്രകാശനം ചെയ്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിനടിയിലെ വൈദ്യുത ബോർഡ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.